Sevens Golden Diamonds, Ermalur, Vadadala. നഗരസഭ 25 ഡിവിഷൻ കൗൺസിലർ റെഡീന ആന്റണിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി വളപ്പിൽ ജൈവ പച്ചക്കറി കൃഷിയും പുഷ്പകൃഷിയും ആരംഭിച്ചു. നഗരസഭ 25 ഡിവിഷൻ കൗൺസിലർ റെഡീന ആന്റണിയുടെ നേതൃത്വത്തിൽ കരുവേലിപ്പടി വാട്ടർ അതോറിറ്റി വളപ്പിൽ ഓണത്തോടനുബന്ധിച്ച് ജൈവ പച്ചക്കറി കൃഷിയും പുഷ്പകൃഷിയും ആരംഭിച്ചു. കാട് പിടിച്ച് കിടന്ന ഈ ഭാഗം മൂലം സമീപവാസികൾക്ക് ഇഴജന്തുക്കളുടെ ശല്യം വളരെ രൂക്ഷമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ പ്രദേശം വെട്ടിത്തെളിച്ച ഇവിടെ കൃഷി ആരംഭിക്കുവാൻ തീരുമാനിച്ചത്. നമ്മളൊരു ചെറിയ സംരംഭം എന്നുള്ള രീതിയിലാണ് നമ്മൾക്ക് ഇതിന് അനുമതി നൽകിയിരിക്കുന്നത്. വലിയൊരു എനിക്കില്ല, ഞാൻ വേറെ ആരോടും അങ്ങനെ ഇതില്ല. നമ്മളൊരു ഓണത്തിൻ്റെ പരിപാടി പിന്നെ ഇവിടെ ഇത്തിരി പ്രത്യേകം കിടക്കുമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് വന്നത്. അപ്പം അങ്ങനെ മുന്നോട്ട് വന്ന കൗൺസിലർക്ക് അതിൽ ഉദ്ഘാടനം ചെയ്യാൻ നമുക്കറിയാം. ഇന്നലെ വൈകുന്നേരമാണ് കൗൺസിലർ വിളിച്ച് പറഞ്ഞു. എല്ലാവരോടും നന്ദി പറയുന്നു. അതുപോലെ ആയിട്ട് നമുക്കൊരു വലിയൊരു സെറ്റപ്പ് പരിപാടിയല്ല. കാരണം നമുക്കറിയാലോ ഓഫീസിൻ്റെ ഇതൊക്കെ ആകുമ്പോൾ മുകളിൽ നിന്നുള്ള ഇടപെടലുകൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ ഒരു ചെറിയ പരിപാടി ആയതുകൊണ്ടാണ്. കൃഷിയുടെ ഉദ്ഘാടനം KJ മാക്സി MLA നിർവഹിച്ചു. ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൗൺസിലർ റെഡീന ആന്റണിയുടെ നേതൃത്വത്തിൽ 25 ഡിവിഷനിലെ വാട്ടർ അതോറിറ്റിയുടെ കോമ്പൗണ്ടിൽ ഓണത്തിനാവശ്യമായ പൂക്കളും അതുപോലെ ജൈവ പച്ചക്കറി കൃഷിയും ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഓണം മലയാളികളുടെ ദേശീയോത്സവമാണ്. ഓണം ഇപ്രാവശ്യം ഏറ്റവും ഗംഭീരമായി കൊണ്ടാടാൻ വേണ്ടിയിട്ടുള്ള വിവിധ പരിപാടികൾ നമ്മൾ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ തന്നെ ഇപ്പോൾ ഓണാഘോഷത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് സപ്ലൈ വഴി നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡികളൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ദ്രുതഗതിയിൽ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഈ വെറുതെ കിടക്കുന്ന ഈ ഭൂമി വെറുതെ കിടന്നാൽ അത് മറ്റു ജന്തുക്കളുടെ ശല്യങ്ങളൊക്കെ ഈ ഓഫീസിനും ജനങ്ങൾക്കൊക്കെ ഉണ്ടാവും. അതെല്ലാം മാറ്റി വളരെ കൃത്യമായി ഇത് നന്നാക്കിയിട്ടുണ്ട്. ഈ ഡിവിഷനിലെ ഹരിതകർമ്മസേനയും തൊഴിലുറപ്പ് തൊഴിലാളികളും ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെയൊക്കെ നല്ല ഇടപെടലിലൂടെയാണ് ഇത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ഏറെ മുന്നോട്ട് പോട്ടെ. ഓണം കഴിഞ്ഞാലും ഈ കോമ്പൗണ്ടിൽ ഇതേപോലുള്ള നല്ല നല്ല ജൈവ കൃഷികളെല്ലാം വെച്ച് ഇവിടുത്തെ ജീവനക്കാർക്കും ദേശവാസികൾക്കൊക്കെ ഗുണകരമായ ഒരു രീതിയിലേക്ക് മാറിപ്പോട്ടെ. ടാക്സിയുടെ നല്ല മനസ്സാന്ന് തോന്നുന്നതെല്ലാം ചെയ്യാൻ കാര്യമായിട്ടുള്ളത് ടാക്സിയുടെ ഇവിടുത്തെ ഏമാരുടെയും മറ്റ് ജീവനക്കാരുടെയും. CPM കൊച്ചി ഏരിയ സെക്രട്ടറി KM റിയാദ്, വാട്ടർ അതോറിറ്റി AXC സുമ, AIമാരായ ക്ലിന്റ് ആനന്ദ്, HI ലത, JHI രമ്യ, തമ്പി, CDS ഭാരവാഹി ഷെനി സന്തോഷ്, ADS ഭാരവാഹി രമ്യ, പൊതുപ്രവർത്തകരായ സെബാസ്റ്റ്യൻ മിൽട്ടൺ, PV ഫ്രാൻസിസ്, റൈജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കൗൺസിലർ റെഡീന ആന്റണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാട്ടർ അതോറിറ്റിയുടെ അകത്ത് നമ്മൾ ഇവിടെ കാട് പിടിച്ച പ്രദേശമായിരുന്നു. ആ പ്രദേശത്തെ ജനങ്ങൾക്ക് പാമ്പ് എന്നുള്ളൊരു പേടി സ്വപ്നമുള്ളതുകൊണ്ട് ആ കാട് വെട്ടിത്തെളിച്ച് ഇവിടെ പുഷ്പകൃഷിയും അതോടൊപ്പം തന്നെ ജൈവ പച്ചക്കറി തോട്ടവും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമൊരുക്കുകയാണിന്നിവിടെ. തൊഴിലുറപ്പ് തൊഴിലാളികളും നഗരസഭാ ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.